കേരളം ഇടതുപക്ഷമില്ലാത്തൊരു കേരളത്തെ അല്ല ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷം കൂടി ഇടതുപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഒരു കേരളമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കിയിട്ടോ അല്ലാതെയോ ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം അപകടകരമാണ്. അതിൽ നിന്ന് ഇടതുപക്ഷം പിന്തിരിയണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിന് പുറത്ത് ഒരു ദേശീയ പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. പലപ്പോഴും മാർജിനലൈസ് ചെയ്യപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ദലിത് കമ്മ്യൂണിറ്റി ഉണ്ട്, ആദിവാസി കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്തെടുക്കുക എന്ന സ്വഭാവത്തിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ അക്ഷരമെത്താത്ത, ഭക്ഷണമെത്താത്ത, വെള്ളമെത്താത്ത, വൈദ്യുതി എത്താത്ത, പലപ്പോഴും സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉൾനാട മേഖലകളിൽ അവരുടെ എംപവർമെൻറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനത്തിൽ വലിയ ഒരു ഇടം അനുവദിക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയായി ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായിട്ട് വ്യാപകമാണ്. ഇന്ത്യയിലും പലപ്പോഴും ഡിസാസ്റ്റർ ഉണ്ടാകാറുണ്ട്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെ ഓടിയെത്തുന്ന, ഇന്ത്യക്കകത്തും പുറത്തും നേപ്പാളിൽ ഉൾപ്പെടെ ഭൂകമ്പമുണ്ടായ ഘട്ടത്തിൽ ഓടിയെത്തുന്ന ഡിസാസ്റ്റർ ഗ്രൂപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അവർ വളരെ ട്രെയിൻഡായ ആളുകളാണ്, അവിടെ എത്താറുണ്ട്. അവരവരുടെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ആ ജനതയ്ക്ക് ആവശ്യമായ സേവനങ്ങൾ അവർ സമർപ്പിക്കാറുണ്ട്. പലപ്പോഴും പല ഗ്രാമങ്ങളും അത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് കൂട്ടമായൊരു പ്രൊജക്റ്റാണ്. ഗവൺമെൻറ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, സന്നദ്ധ സംഘടനകൾ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതിൽ വലിയ ഒരളവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. 2018 പ്രളയമായാലും 2019 പ്രളയമായാലും 2020 കൊറോണയായാലും നിപ്പയായാലും ഏറ്റവും അവസാനം 2024 നടന്ന ചൂരൽമലയുമായി ബന്ധപ്പെട്ട ദുരന്തമായാലും ഈ ദുരന്തമുഖത്തെല്ലാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ സന്നദ്ധരായി എത്തുന്നു എന്നതോടൊപ്പം തന്നെ ഉദാരമതികളുടെ പിൻബലത്തോടു കൂടിയുള്ള പുനരധിവാസ പദ്ധതികളും ജമാഅത്തെ ഇസ്ലാമി ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചൂരൽമലയിൽ പോകാൻ കഴിഞ്ഞാൽ അവിടെയുള്ള 86 കച്ചവടങ്ങളാണ് യഥാർത്ഥത്തിൽ ആ ചൂരൽമല ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയത്. 86 കച്ചവട സ്ഥാപനങ്ങൾ. ആ 86 കച്ചവട സ്ഥാപനങ്ങളിൽ, അതായത് പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീടാണ് എന്നിടത്തേക്ക് ആളുകൾ ആ പുനരധിവാസത്തെ ന്യൂനീകരിച്ച ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിത താളം തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആ ആവാസ വ്യവസ്ഥയെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നൊരു സമഗ്രമായൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നേരത്തെ പുനരധിവാസത്തിൽ വീടുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ സേവന സംവിധാനങ്ങൾ ഇത്തവണ നമ്മൾ എടുത്തത് അവരുടെ തൊഴിലിനാണ് പ്രാമുഖ്യം കൊടുത്തത്. 86 കച്ചവട സ്ഥാപനങ്ങളിൽ 76 കച്ചവട സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ പുനരധിവസിപ്പിക്കപ്പെട്ടു. ആ 76 കച്ചവട സ്ഥാപനങ്ങളെയും വീണ്ടെടുക്കുന്നിടത്ത് നമ്മുടെ കീഴിലുള്ള NGOയുടെ പങ്ക് വളരെ വലുതാണ്. ഓരോന്നിലും മറ്റു പല NGOകളുമായി സഹകരിച്ചുകൊണ്ടാണെങ്കിൽ പോലും 76 എണ്ണത്തിലും യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ജമാഅത്തെ ഇസ്ലാമിയുടെ NGOയുടെ ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാത്രമല്ല വീടുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. സ്ഥലം എടുത്തിട്ടുണ്ട്. 10-30 വീടുകൾ അവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 10-25 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി അവിടെ നടപ്പാക്കുന്നുണ്ട്. ഇത് സക്കാത്ത് ഹൗസിൽ നിന്നായാലും അതുപോലെ തന്നെ മേൽ പറയപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും പുനരധിവാസ റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റായി കഴിഞ്ഞാലും ഇവിടങ്ങളിലെല്ലാം ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ മനുഷ്യരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 4 പതിറ്റാണ്ട് മുമ്പ് 5 പതിറ്റാണ്ട് മുമ്പ് നിങ്ങൾ പരിശോധിച്ചാൽ മതപഠനം എന്ന് പറയുന്നത് പള്ളി ദർസുകൾ എന്ന് പറയുന്ന പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മതപണ്ഡിതന്മാർ എന്ന് പറയുന്നവർ ഭൗതിക വിദ്യാഭ്യാസത്തിൽ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തൊരു കാലം ഉണ്ടായിരുന്നു. 1955 സമന്വയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ആശയത്തെ, അഥവാ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സാമൂഹ്യ പുനർനിർമ്മാണ പ്രക്രിയയിൽ തങ്ങളുടേതായ പങ്ക് അടയാളപ്പെടുത്താൻ പ്രാപ്തമാക്കുന്ന സ്വഭാവത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് സമന്വയ വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതോടൊപ്പം തന്നെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം സ്ത്രീ വിദ്യാഭ്യാസമാണ്. സ്ത്രീ വിദ്യാഭ്യാസം അതുപോലെ തന്നെ സ്ത്രീകളുടെ സാമൂഹ്യ പങ്കാളിത്തം, ഇതും തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾക്കറിയാം ഇസ്ലാമിൽ അതിൽ ഓപ്ഷനുണ്ട്, അനുവാദമുണ്ട്. പക്ഷേ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി സ്ത്രീകളുടെ കാര്യത്തിൽ പുറകോട്ട് നിന്നൊരു കാലമുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുകയും സ്ത്രീകളുടെ പൊതുപങ്കാളിത്തത്തിന് ഇടം കൊടുക്കുകയും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ അഖിലേന്ത്യാ സമിതിയിലും ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ സംസ്ഥാന ശൂറയിലും, സംസ്ഥാന ശൂറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംസ്ഥാന കൂടിയാലോചനാ സമിതിയിലും സ്ത്രീകൾക്ക് തുടക്കം മുതലേ പങ്കാളിത്തമുണ്ട്. മാത്രമല്ല മഹല്ലുകൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഇടമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ആ മഹല്ലുകളിൽ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് പലപ്പോഴും മനുഷ്യ സഹജമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ മഹല്ല് കമ്മിറ്റികളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് വിദ്യാഭ്യാസ, സാമൂഹ്യ, കുടുംബ, മഹല്ല് രംഗത്തെല്ലാം
വളരെ പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എംപവർമെൻറ്റിൽ സ്തുത്യർഹമായ പങ്ക് നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് മതഭാഷയ്ക്കപ്പുറം ഒരു പൊതുഭാഷയും ബഹുസ്വര സാമൂഹിക ജീവിത രീതിയും സമൂഹത്തിനകത്ത് പ്രദാനം ചെയ്യാനും കഴിഞ്ഞൊരു പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വംശീയതയാണ്. ഇസ്ലാമോഫോബിയ അതിൻ്റെ സ്വാഭാവികമായ പ്രൊഡക്റ്റാണ്. അപ്പോൾ വംശീയത എന്ന് പറയുന്നത് കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുടനീളം. ഏതാണ്ട് ഇതിനൊക്കെ മുമ്പ് കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണൽ ഹാർമണി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉടനീളം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഏറ്റവും അവസാനം അതിൽ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ മാറാട്, ഒരു ഉദാഹരണം മാറാട് ഞാൻ സവിശേഷമായി പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാറാടുമായി ബന്ധപ്പെട്ട് കേരളം ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത അപകടകരമായ ഒരു വളരെ വലിയൊരു ദുരന്തമാണ്. കേരളത്തിൻ്റെ നിരപേക്ഷ സ്വഭാവത്തിന് ഏറ്റ പ്രഹരമാണ് മാറാട് സംഭവം എന്ന് പറയുന്നത്. മാറാട് സംഭവത്തിൽ 8 നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ മരണപ്പെട്ട ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ മാറാട്. 2003 ശ്രീമാൻ എ കെ ആൻ്റണിയാണ് മുഖ്യമന്ത്രി. ആ ഘട്ടത്തിൽ അരേ സമാജം പ്രവർത്തകർ സ്വാഭാവികമായും പ്രകോപിതരാണ്. അതുപോലെ തന്നെ മാറാട്ടേക്ക് മുസ്ലിം ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട സന്ദർഭമാണ്. ആ ഘട്ടത്തിൽ അങ്ങോട്ട് കടന്നു ചെന്ന മുസ്ലിം നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ കേരള അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ഘട്ടത്തിൽ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോകണം, അവരോട് സംസാരിക്കണം, ഈ പറയുന്ന സാഹചര്യത്തിന് അയവ് വരുത്തണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, നിരപരാധികൾ വേട്ടയാടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. അവസാനം പോലീസ് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, പക്ഷേ പോലീസ് സംരക്ഷണം നൽകാൻ സാധ്യമല്ല. അങ്ങനെ അദ്ദേഹം പോയി അദ്ദേഹം അവിടെ എത്തി. ആദ്യഘട്ടത്തിൽ അരേ സമാജം ഭാരവാഹികൾ തടഞ്ഞു. രണ്ടാമത് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. 2 മണിക്കൂർ അവരുമായി ചെലവഴിച്ചു, സംസാരിച്ചു, അന്തരീക്ഷത്തിന് അയവ് വരുത്തി. ശ്രീമാൻ എ കെ ആൻ്റണി പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില അനുസ്മരണത്തിൽ, അതിൻ്റെ വിഷ്വൽ നിങ്ങളുടെ മുമ്പിൽ കാണാൻ കഴിയും, അനുസ്മരണത്തിൽ മാറാട് പ്രശ്നം പരിഹരിക്കുന്നിടത്തുള്ള സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ പങ്കിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കലാപങ്ങൾ നടക്കുന്നിടത്ത് കലാപത്തി അണക്കാനും മുറിവേറ്റ മനസ്സുകളുടെ വ്രണങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ കലാപം ഏതാണ്ട് തകർത്തെറിഞ്ഞ പല പ്രദേശങ്ങളെയും പുനരധിവാസത്തോടുകൂടി സാമൂഹ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ വിഭജനാനന്തരമുണ്ടായ ഒരുപാട് കലാപഭൂമികളിൽ ജമാഅത്തെ ഇസ്ലാമി ആ മാനുഷിക സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാത്രമല്ല ഇന്ത്യയിലുടനീളം ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പോളറൈസേഷനുള്ള ഇടങ്ങളിൽ പ്രത്യേക വേദികൾ തന്നെ രൂപപ്പെടുത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വെറുപ്പിനെതിരെയുള്ള ക്യാമ്പയിൻ ദേശീയ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സദ്ഭാവന മഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദേശീയ തലത്തിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള സൗഹൃദ വേദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഇപ്പോൾ ശക്തമാണ്. നിങ്ങൾക്കറിയാം, ഈ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്രമാത്രം ട്രാൻസ്പെറൻ്റ് ആവാൻ പറ്റുമോ അത്രമാത്രം മുസ്ലിം കമ്മ്യൂണിറ്റിയും ട്രാൻസ്പെറൻ്റ് ആവണം. ഇസ്ലാം ഭീതി പടർത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ, ഇസ്ലാം വിരുദ്ധ പൊതുബോധ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ട്രാൻസ്പെറൻ്റായേ പറ്റൂ എന്ന് നിർദ്ദേശം കൊടുക്കുകയും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പള്ളികൾ വരെ ഓപ്പൺ മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് ജുമുഅ നടക്കുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതര മത സഹോദരങ്ങൾക്ക് വരാനും അതുപോലെ തന്നെ ഈ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനകളും നടപടിക്രമങ്ങൾ കാണാനും അവർക്ക് ആശയവിനിമയം നടത്താനുമുള്ള അവസരങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഈ സന്ദർഭത്തിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള ഓപ്പൺ മസ്ജിദ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഘോഷങ്ങളെ ഓരോ മതവിഭാഗത്തിൻ്റെയും ആഘോഷങ്ങളായി കാണുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമി പരസ്പരമുള്ള ആശയവിനിമയത്തിനും അതുപോലെ തന്നെ സാഹോദര്യ സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിനുമുള്ള സുഹൃത്ത് സംഗമങ്ങളായിട്ട് ജമാഅത്തെ ഇസ്ലാമി സമീപിച്ചു വരുന്നുണ്ട്. ഓണത്തിനായാലും ക്രിസ്തുമസിനായാലും അതുപോലെ തന്നെ പെരുന്നാളിനായാലും സുഹൃത്ത് സംഗമം നടത്തുക. അതുപോലെ തന്നെ ഈ റമദാനാണ് വരാൻ പോകുന്നത്. റമദാനായി കഴിഞ്ഞാൽ തങ്ങളുടെ പരിസരത്തുള്ള നെയ്ബേഴ്സിനെ അഥവാ അയൽവാസികളെയും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇഫ്താർ സംഗമം നടത്തുക. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിള്ളലുകളെ വിളക്കി ചേർത്ത് സാമൂഹ്യ ബന്ധത്തെ ശക്തിപ്പെടുത്തുക എന്ന ഒരു വലിയ ആശയത്തെ കിട്ടുന്ന സന്ദർഭങ്ങളിൽ, അതിൻ്റെ ആരാധനാ സന്ദർഭങ്ങളിൽ പോലും, അതിൻ്റെ ആഘോഷവേളകളിൽ പോലും, അതല്ലാത്ത ആഘോഷവേളകളിൽ പോലും ജമാഅത്തെ ഇസ്ലാമി വളരെ ബോധപൂർവ്വം അത് ഉപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രവർത്തന മാർഗവും അതിൻ്റെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിലൊന്ന് ഖുർആനും പ്രവാചകചര്യയുമാണ്. രണ്ടാമത് പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എത്രമാത്രം വിശുദ്ധമാണോ അതിൻ്റെ മാർഗം അത്രമാത്രം വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു പ്രവർത്തന രീതിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന് രേഖപ്പെടുത്തപ്പെട്ട പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാമി. ജനാധിപത്യപരവും രചനാത്മകവുമായ ക്രിയേറ്റീവുമായ പ്രവർത്തനങ്ങളെ നടത്താവൂ എന്നതാണ് അതിൻ്റെ പ്രവർത്തന രീതികളിൽ ഭരണഘടന ഖണ്ഡിക 5 രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന 3-ാമത്തെ കാര്യം. അത് എഴുതി വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. മാത്രമല്ല
24 സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 24 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 10-15ഓളം ഭാഷകളിൽ വിശുദ്ധ ഖുർആൻ ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളിൽ ആളുകളുമായി സംവദിക്കുന്നുണ്ട്. കേരളത്തിലെ 14ഓളം ജില്ലകളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഘടകങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 7 പതിറ്റാണ്ടിനിടക്ക് 24 സംസ്ഥാനങ്ങളിൽ ഈ 14 ജില്ലകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ഞാൻ ഈ സൂചിപ്പിച്ചതിനപ്പുറത്ത് ഏതെങ്കിലും അതിൻ്റെ വാക്കിലോ അതിൻ്റെ പ്രവൃത്തിയിലോ അതിൻ്റെ സമീപനത്തിലോ അതിൻ്റെ നടപടിക്രമങ്ങളിലോ അതിൻ്റെ പ്രഭാഷണങ്ങളിലോ അതിൻ്റെ രേഖകളിലോ നാടിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ബലപ്പെടുത്താനല്ലാതെ, സഹവർത്തിത്വം നിലനിർത്താനല്ലാതെ, ആശയവിനിമയം ഉറപ്പുവരുത്താനല്ലാതെ, ആരോഗ്യകരമായ സംവാദം മതസാമൂഹ്യ ജനവിഭാഗങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കാനല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നിരിക്കെയാണ് പലപ്പോഴും പ്രബലമായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായ തങ്ങളുടെ ചില താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള അപകടകരമായ സമീകരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സമാനമാണ്. ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണമെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ എതിർത്തേ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വേട്ടക്കാരനെയും അതുപോലെ തന്നെ ഇരകളെയും സമീകരിക്കുന്ന അപകടകരമായ പ്രവണതയാണ് ഇതുവഴി രൂപപ്പെട്ടു വരുന്നത് എന്ന് അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വിചാരധാര എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ ഈ പറയുന്ന 100 കൊല്ലം കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു ഏകശിലാ സാമൂഹ്യ ക്രമത്തെ രൂപപ്പെടുത്തുന്നതിന് അന്തർധാരയെ അടിസ്ഥാനമായി വർത്തിക്കുന്ന ഗ്രന്ഥമുണ്ട്. അതിലേതാണ്ട് 250 മറ്റുള്ള പേജ് നമ്പർ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആന്തരിക ഭീഷണി എന്ന് പറയുന്നുണ്ട്. അതിൽ വൈദേശിക ഭീഷണിയേക്കാൾ അപകടം ആന്തരിക ഭീഷണിയാണ്. ആ ആന്തരിക ഭീഷണി 1 മുസ്ലിങ്ങളാണ്, 2 ക്രിസ്ത്യാനികളാണ്, 3 കമ്മ്യൂണിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 3 വിഭാഗത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. ഏതെങ്കിലും ഒരു മതസംഘടന സമീപിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലേ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മതസംഘടന അപരമതത്തെ, അപരദർശനത്തെ ഇവിടെ നിന്ന് ആന്തരിക ഭീഷണിയാണ് അവർ ഉന്മൂലനം ചെയ്യണമെന്ന് എഴുതി വെച്ച ഏതെങ്കിലും ഒരു സംഘടന കേരളത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഇന്ത്യയിലുണ്ടോ? എങ്ങനെയാണ് ഇത് വിചാരധാരയിൽ എഴുതി വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വംശീയ ഉന്മൂലന പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തി അത്തരം വംശീയ ഉന്മൂലന പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറും അതോടൊപ്പം തന്നെ അതിൽ ഇരകളാക്കപ്പെടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയും സമീകരിക്കപ്പെടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബുൾഡോസർ രാജ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥിനെ വിമർശിക്കണമെങ്കിൽ, അതുപോലെ തന്നെ വഖഫ് പ്രൊജക്റ്റിലൂടെയും മറ്റു പല നിയമനിർമ്മാണത്തിലൂടെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെ വിമർശിക്കണമെങ്കിൽ, NRC ഉൾപ്പെടെ അത്യന്തം അപകടകരമായ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന അമിത്ഷയെ വിമർശിക്കണമെങ്കിൽ, തൊഗാഡിയമാർ വർഗീയ വിഷം ചീറ്റുമ്പോൾ അതിനോട് വിയോജിക്കണമെങ്കിൽ കേരളത്തിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മൈനോറിറ്റിയുടെ കൂടി നെഞ്ചത്ത് കയറേണ്ടതുണ്ട്. മൈനോറിറ്റിയിൽപ്പെട്ട പ്രത്യേകിച്ച് വിശേഷിച്ച് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കൂടി സമീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഒരു വർഗ ബഹുജന സംഘടന ഇത്ര അപകടകരമായ ഒരു വർഗീയ ധ്രുവീകരണ സമീപനം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളം ഇടതുപക്ഷം കൂടിയുള്ള കേരളമാകണമെന്നാണ്. ഇടതുപക്ഷമില്ലാത്ത കേരളം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷവും UDFും LDFും ഉള്ള കേരളമാണ് കേരളത്തിൻ്റെ മതേതര സന്തുലിതത്വം നിലനിർത്തുന്നിടത്ത് സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത്. രാഷ്ട്രീയ വിയോജിപ്പുകൾ CPMനോടുണ്ടാകാം, അതുപോലെ തന്നെ കോൺഗ്രസിനോടുണ്ടാകാം, മുസ്ലിം ലീഗിനോടും ഒക്കെ ഉണ്ടാകാം. ആ വിമർശനങ്ങളൊക്കെ അതിൻ്റെ തീക്ഷ്ണതയിൽ തന്നെ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലും കേരളത്തിൻ്റെ മതേതരമായ സ്വഭാവം, മതേതര കക്ഷികൾ ഇന്ത്യയിൽ തന്നെ വംശീയതയെ ചെറുക്കുന്നിടത്തും അതുപോലെ തന്നെ ഫാഷിസത്തെ തടയിടുന്നിടത്തും ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന വിശാലമായൊരു സഖ്യത്തിൻ്റെ കീഴിൽ അണിനിരന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ എത്തുന്ന ഘട്ടത്തിലും സമാനമായ സ്വഭാവം സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഫാഷിസത്തെ ചെറുക്കാൻ കഴിയുന്ന എല്ലാ മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടുന്ന, പലപ്പോഴും അത് നിർവഹിച്ചിട്ടുള്ള ഇടതുപക്ഷം അധികാരത്തിൻ്റെ ആവർത്തനത്തിന് വേണ്ടി ഇടതുപക്ഷത്തെ തന്നെ റദ്ദ് ചെയ്യുന്നു എന്നുള്ളത് അപകടകരമായ നീക്കമാണ്. CPMനെ റദ്ദ് ചെയ്യുന്നത്, ഇടതുപക്ഷത്തെ റദ്ദ് ചെയ്യുന്നത് ഇടതുപക്ഷമാണ്. അത് ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഗൗരവത്തിൽ ആലോചിക്കണം. ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഗൗരവത്തിൽ ആലോചിക്കണം. ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികർ ഗൗരവത്തിൽ ആലോചിക്കണം. കേരളം ഇടതുപക്ഷമില്ലാത്തൊരു കേരളത്തെ അല്ല ആഗ്രഹിക്കുന്നത്, ഇടതുപക്ഷം കൂടി ഇടതുപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഒരു കേരളമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കിയിട്ടോ അല്ലാതെയോ ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം അപകടകരമാണ്. അതിൽ നിന്ന് ഇടതുപക്ഷം പിന്തിരിയണം